രക്ഷപ്പെടാൻ വേണ്ടി അവസാന നിമിഷം അവളെ കാണിച്ചത് എന്താന്ന് കണ്ടില്ലേ നിങ്ങള്? ക്രിമിനൽ ബ്രെയിൻ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ ഷാർപ്പായിട്ട് വരത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ്ലി ഷോക്കായി പോയി. മനസ്സിൽ നന്മയില്ല, ആൾക്ക് ആചാരങ്ങൾ അറിയില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യായങ്ങളില്ല. എന്നിട്ട് പോലും എന്നോട് അവള് മത്സരിക്കാൻ നിൽക്കുന്ന കണ്ടില്ലേ? സ്വന്തം സുഖങ്ങൾ മാത്രം നോക്കുന്ന സ്വാർത്ഥർക്കെ ന്യായത്തെപ്പറ്റിയും ധർമ്മത്തെപ്പറ്റിയൊന്നും അറിയില്ല അവനി. വിജയം ലഭിക്കുന്ന മാർഗം ഏതാണോ ആ മാർഗമായിരിക്കും അവർ സെലക്ട് ചെയ്യുക. തെറ്റുകൾ ചെയ്യുന്നവര് എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നല്ലേ പറയാറുള്ളത്? ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. എന്നിരുന്നിട്ടും ഒരു തവണ പോലും നിഹാരിക്ക് ഒരു സത്യസന്ധയായ പെൺകുട്ടി അല്ല എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തെളിയിക്കാനുള്ള തെളിവുകള് ദൈവം തനിക്ക് തന്നിട്ടും താൻ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഞങ്ങൾക്കിടയിൽ ഒരു കണ്ടീഷനുണ്ട്, അത് പ്രകാരം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് തനിക്ക് താനൊരു ബൗണ്ടറി വരച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇന്നേരം കൊണ്ട് നിഹാരികയെ പറ്റി എല്ലാവരും അറിയുമായിരുന്നില്ലേ? മറ്റുള്ളവരുടെ കാര്യത്തില് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല. നിഹാരിക തന്നെ അവൾ ആരാണെന്ന് തെളിയിക്കുന്ന നിമിഷത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നീ എത്രയൊക്കെ വേണമെങ്കിലും ശ്രമിച്ചോ ചക്കരെ, എന്നെ പിടിക്കാൻ. പക്ഷേ നിനക്കൊരിക്കലും കഴിയില്ല. പേരും കള്ളിയാണ്. കുറച്ചു നേരം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാ മേലാകെ കണ്ണുമായിട്ട് നമ്മൾ ഈ വീട്ടിലെല്ലാം തെരഞ്ഞോണ്ടിരിക്കും. പോക വാ ഏട്ടാ. ഇനി എന്തൊക്കെയായാലും പൂജ നടത്താനുള്ള അവസരം തനിക്ക് കിട്ടിയില്ലേ? ഈ മൗനവ്രതത്തിന്റെ പ്ലാൻ നിഹാരികയ്ക്ക് തിരിച്ചടിയായില്ലേ? പൂജ ചെയ്യാനുള്ള അവകാശമല്ല ഏട്ടാ, ചടങ്ങിൽ നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നുള്ളത്. പൂജ നടത്താനുള്ള അവകാശം ലഭിച്ച പോലെ ആ കാണിക്ക സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്. അതും ചിലപ്പോ സംഭവിച്ചേക്കാം, നോക്കാന്നേ. എന്റെ അനിയത്തിക്ക് ഒരുപാട് ക്ഷമയുള്ളത് കൊണ്ടാ നിഹാരിക അവളിങ്ങനെ സഹിക്കുന്നത്. അവളുടെ കളികൾ അവസാനിപ്പിക്കണം. അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള അവളുടെ ആ അഹങ്കാരത്തിന് മൂക്ക് കയറ് ആവശ്യമാ. അവനി നിന്നോട് ശ്രീകർ പോലും കാണിക്കാത്ത ന്യായം ഇന്ന് നിന്റെ ചേച്ചി നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി പുറത്തു കാണിച്ച് നിന്റെ മനസ്സിലെ ഭാരം ഞാൻ ഇറക്കിത്തരും. അവന് ദിവസം ചെല്ലുന്തോറും ഓവറാവുന്നുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും രണ്ടിനെ പെടുത്തിയേ പറ്റൂ. എന്തു പറ്റി? എന്താ നിന്റെ മുഖത്ത് ഒരു ടെൻഷൻ പോലെ? നിഹാരിക ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതാ നോക്ക്, ഇവിടെ ആരും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. നീ മര്യാദയ്ക്ക് വാ തുറന്ന് പറ. സംസാരിക്കില്ലേ? ഓ, സിൻസിയർ ആയിട്ടുള്ള മൗനവ്രതമാണെന്നാണോ? എനിക്ക് വിശ്വാസമില്ല. എന്തോ പറയാൻ വേണ്ടി വന്നതല്ലേ? ആദ്യം കാര്യം എന്താണെന്ന് പറ. എന്താ നിന്റെ പ്രശ്നം? ഒന്ന് വേഗം പറ. എന്താ നീ കാണിക്കുന്ന?
മനസ്സിലാവുന്നില്ല. കാവ്യ, നേരത്തെ കൊടുത്ത പോലെ പെന്നും പേപ്പറും കൊടുക്ക്. ഉം, കാര്യം എന്താണെന്ന് അവൾ എഴുതി കാണിച്ചോളൂ. ആ. നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും മൊത്തത്തില് നിനക്ക് എന്തോ ഒരു കാര്യത്തില് നിനക്ക് എന്തോ ഒരു വിഷമം തോന്നിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഈ മൗനവ്രതത്തിന്റെ ആവശ്യമുണ്ടോ? റൂമില് ആവനിയും ശ്രീകറും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും വിളിച്ച് ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. അവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്ക്. ക്ലോസ് ആയിട്ടെന്ന് പറയുമ്പോ അവരെന്താ അവിടെ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുവാണോ? നിഹാരികയോട് ആവനി വലിയ ക്രൂരതയാ കാണിക്കുന്നത്. ഇന്നെന്തായാലും രണ്ടിലൊന്ന് നമുക്കറിയണം. അച്ഛനെയും അമ്മയും കൊണ്ടുപോയി അവരുടെ കളികളൊക്കെ കാണിച്ചു കൊടുക്കാം. വന്നേ, പോവാ നമുക്ക്. എന്തു പറ്റി ലാവണ്യ? അങ്ങോട്ട് നോക്ക്. ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എഴുതി തന്ന ഈ കുറിപ്പ് കൊണ്ടും കാര്യമില്ല. പാവം നിഹാരിക, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒന്നും അറിയാത്തതുപോലെ നല്ല കുട്ടികളെ പോലെ രണ്ടും കൂടി നടക്കുന്നത് കണ്ടില്ലേ? അമ്മയൊന്ന് വന്നാ ചടങ്ങ് തുടങ്ങായിരുന്നു. അതുവരെ ഞാൻ ഈ ടോർച്ചർ സഹിക്കണമല്ലോ. അവരിപ്പോ എവിടെ എത്തിക്കാണോ എന്തോ. വികാസിനെ മാനേജ് ചെയ്ത് വരാൻ പറ്റിയത് എന്തായാലും നന്നായി. ദൈവമേ, ഇല്ലെങ്കിൽ ഇതെന്തൊരു വലിയ പ്രശ്നമാവുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നിന്റെ അനിയൻ വന്നപ്പോ തുടങ്ങി മനുഷ്യന്റെ മനസമാധാനം മൊത്തം പോയി. അവൻ നമ്മളെ ഫിനാൻഷ്യലി സഹായിച്ചതിന്റെ ഒറ്റ കടപ്പാടുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഇവനെ സഹിക്കുന്നത്. അല്ലാതെ എന്റെ അനിയനായതുകൊണ്ടൊന്നും അല്ല. ഈ വികാസിനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ട് വേണേലും പോ, എത്ര ദൂരം വേണേലും പോയിക്കോ, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നിഹാരികയുടെയും ശ്രീകറിന്റെയും കല്യാണം അവൻ അബദ്ധത്തിൽ പോലും അറിയാൻ ഇടവരരുത്. വേദവതി അമ്മേ, പൂജ തുടങ്ങാനുള്ള സമയമായി. നിഹാരികയുടെ അമ്മ ഇതുവരെ എത്തിയില്ല. അവളെയായിരുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോഴേക്കും മുഹൂർത്തം അങ്ങ് കഴിഞ്ഞു പോവില്ലേ? ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ. നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങാം. കാണിക്ക സമർപ്പിക്കുന്ന സമയത്തേക്ക് അവരൊക്കെ എത്തിക്കോളും. ഇവര് പറഞ്ഞാലും കാര്യമുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ചെയ്താലോ? രാഹുകാലത്തിൽ എന്ത് ചെയ്താലും ഫലം കാണില്ല വേദ. ഇന്നായിക്കോട്ടെ. നിങ്ങളെല്ലാവരും പറയുമ്പോ ഞാൻ എന്തിനെതിരെ പറയുന്നേ? മോളെ ആവനി, പൂജ തുടങ്ങാം മോളെ. ആയിക്കോട്ടെ. നിഹാരിക, ആവണിയുടെ അടുത്തിരിക്കും മോളെ. അമ്മേ ദേവി, എന്റെ അനിയത്തിയോട് കരുണ കാണിക്കണേ. എന്റെ അനിയത്തി ഈ വീട്ടിലെ മരുമകളാണെന്ന് എല്ലാരെയും അറിയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരണേ. പങ്കജവിലോചനൻ പദതളിർ
വൈകിപ്പോയല്ലോ. അവരൊക്കെ എന്ത് വിചാരിക്കുമോ എന്തോ. ഏകദേശം എത്താറായി. ഡോണ്ട് വറി. അവനെ ചടങ്ങിന്റെ 7 അയലത്ത് പോലെ നിർത്തരുതെന്ന് കരുതിയതായിരുന്നു. മൗനവ്രതം ഒന്ന് നാടകം കളിക്കേണ്ടി വന്നതുകൊണ്ട് അവനിക്കൊരു അവസരം കൊടുത്തതുപോലെ. ശ്ശോ, എന്തൊരു കഷ്ടം. പൂജകൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും അക്ഷതകൾ സമർപ്പിച്ച് നമസ്കരിച്ചോളൂ. നമ്മുടെ ആവനിയുള്ളതുകൊണ്ട് മാത്രമാ പൂജ ഭംഗിയായത്. ഇതിലിപ്പോ അവൾ എന്ത് ചെയ്തെന്നാ? അവള് വന്നില്ലായിരുന്നെങ്കിൽ പൂജാരി വന്ന് ചെയ്യുമായിരുന്നു. അത്രയല്ലേ ഉള്ളൂ. ഏതോ അന്ത്യശ്വാസം വലിക്കുന്ന പേഷ്യന്റിന് ജീവൻ കൊടുത്ത പോലെ ഇത്ര പുകഴ്ത്തുന്ന എന്തിനാ? അവനെ പൊക്കി പറയാനൊരു ചാൻസ് കിട്ടുമ്പോ അത് മിസ്സാക്കില്ലല്ലോ. എല്ലാ സമാധാനത്തിലും നടന്ന ശേഷം അനാവശ്യമായിട്ട് വഴക്കെന്തിനാ? ഇനി അടുത്ത ചടങ്ങെന്താ വെച്ച് നോക്ക്. ഈ ഗൗതമിക്ക് ഇതെന്താ പറ്റിയ? പൂജ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്നീ കാണിക്ക കൊടുക്കുമ്പോഴെങ്കിലും ഒന്ന് വന്നൂടായിരുന്നു. അമ്മ എന്താ ഇങ്ങനെ ചെയ്തത് മോളെ? നീ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കെ. ഒരാള് കുറഞ്ഞ പിന്നെ 8 പേരല്ലേ ഉണ്ടാവൂ. 9 പേർക്ക് സമർപ്പിച്ചില്ലെങ്കിൽ പിന്നെ പൂജയ്ക്ക് ഫലം ഉണ്ടാവില്ല. ഗൗതമിയെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം വേദ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അവരുടെ വീട്ടിന്റെ മുന്നിലെത്തിയിട്ട് എന്താ ഈ നോയിക്കൊണ്ടിരിക്കുന്നത്? എന്തു പറ്റി ചേട്ടാ? എന്താ ഇങ്ങനെ ടെൻഷനാവുന്നേ? നിന്റെ അനിയന്റെ അടുത്തുനിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. അവൻ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നീ പുറകിലേക്ക് തിരിഞ്ഞാ ഓട്ടം നോക്കി. എന്റെ ഭഗവാനെ, അവന് സംശയം തോന്നിയിട്ടല്ലേ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ദൈവമേ, എന്തിനാ നിർത്തിയത്? അടുത്ത് ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലല്ലോ. പുറത്തിറങ്ങാതെ എന്താ ചെയ്യുന്നേ? ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? കാറ് നിർത്തിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ അകത്തേക്ക് പോയാ വികാസം നമ്മുടെ കൂടെ വരും. സത്യം എന്താണെന്ന് അവൻ അറിഞ്ഞാ ഇവിടെ വേദവതി അമ്മയോടും അവിടെ വികാസിനോടും നമ്മൾ വലിയ യുദ്ധം ചെയ്യേണ്ടി വരും. നിങ്ങളൊന്നും ആലോചിക്കാതെ വണ്ടി തിരിക്ക് ചേട്ടാ. അവിടുന്നാണല്ലോ വിളിക്കുന്നത്.
ഇപ്പൊ നമ്മൾ എന്തു പറയും? ചടങ്ങിലൊക്കെ നമുക്ക് പിന്നെ പങ്കെടുക്കാം. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞപ്പോ വരാൻ പറ്റില്ലെന്ന് പറ. ഇല്ലെങ്കിൽ പോലീസ് കള്ളനെ പിടിക്കുന്ന പോലെ വികാസ് നമ്മളെ കൈയോടെ പിടിക്കും. ഹലോ, ഇതെത്ര നല്ല കാര്യമാണോ? വേദവതിയമ്മേ, അതെ, ചടങ്ങുകൾ ഒരുവിധം അവസാനിച്ചു. നിങ്ങൾ ഇതുവരെ വരാത്തതുകൊണ്ട് കാണിക്ക പോലും ശരിക്കും സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങൾക്ക് ഇന്ന് വരാൻ കഴിയില്ല വേദവതിയമ്മേ. എന്താ വരുന്നില്ലെന്നോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയവര് ഇപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് വരുന്നില്ലെന്നൊക്കെ പറയുന്നത് എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തോ എനിക്ക് വല്ലാതെ പെട്ടെന്നൊന്ന് തല ഇറങ്ങി. ആണോ? അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാ. ദയവ് ചെയ്ത് വേറൊന്നും തോന്നല്ലേ. ഞാനിപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല. ദയവ് ചെയ്ത് ഇത് നിഹാരികയോട് പറയരുത്. ചിലപ്പോ അവള് വല്ലാതെ പേടിക്കും. തിരക്കിലായോണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാ മതി. വച്ചോട്ടെ വേദവതിയമ്മ. പറഞ്ഞിട്ടുണ്ട്, ഇനി വിളിക്കില്ല. ഇനി അഥവാ നിഹാരിക വിളിച്ചാലും എടുക്കാൻ നിൽക്കണ്ട. പോകാം, വാ ചേട്ടാ. ശരി. അവര് തിരിച്ചു വരുന്ന എന്താ? ഹലോ, അവരുടെ പുറകെ വിട്ടെ. അവസാന നിമിഷം ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. നിഹാരിക, നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കിയേ. നിഹാരിക മൗനവ്രതം എടുത്ത് നിൽക്കല്ലേ. വിവരമില്ലാത്തവളെ. അവള് സംസാരിക്കുന്ന കണ്ടില്ലേ? ശരിയാണല്ലേ. ഗൗതമി എന്താ ഇങ്ങനെ ചെയ്തത്? 9 വിവാഹിതരായ സ്ത്രീകൾക്ക് നിഹാരികയുടെ കൈകൊണ്ട് കാണിക്ക കൊടുത്തില്ലെങ്കിൽ നടത്തിയ പൂജകൾക്ക് ഒരു ഫലം ഉണ്ടാവില്ല. ശരിയാണമ്മേ, നിങ്ങൾ പറഞ്ഞതുപോലെ വ്രതം പൂർണ്ണമാകില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ചാലോ? പെട്ടെന്ന് വിളിച്ച ആര് വരാനാ? എല്ലാവരും ഓരോ തിരക്കിലാവില്ലേ? സുജാത അവനെ എന്തിനാ കൊണ്ടുപോയത്? എന്ത് ചെയ്യാനായിരിക്കും? ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ മുന്നിൽ വെച്ച് വിളിച്ചോണ്ട് വന്നാ അവർക്ക് എന്ത് വിചാരിക്കും? അവരുടെ കാര്യം ഇപ്പൊ പറയണ്ട. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്ക്. 9ാമത്തെ കാണിക്ക നീ സ്വീകരിക്ക. നിങ്ങൾ എന്താ ചേച്ചി പറയുന്നേ? അതെങ്ങനെ സാധ്യമാകും? ഈ ചടങ്ങ് കഴിയുമ്പോഴേക്കും നിന്റെ കല്യാണക്കാരെ അറിയിക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇനി ഞാൻ പറയാൻ പോവാ. ധൃതി കാണിച്ച അവിവേകം ഒന്നും കാണിക്കരുത് ചേച്ചി. ഇതിനേക്കാളും നല്ലൊരു സന്ദർഭം ഇനി ഉണ്ടാവില്ല അവനി. നീ അത് മനസ്സിലാക്ക്. വേണ്ട ചേച്ചി, നിന്റെ കഴുത്തിൽ താലിയുണ്ട്. നീ കാണിക്ക സ്വീകരിക്കാൻ അർഹതയുള്ളവളാ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും നീ ഇതുപോലെ പുറകോട്ട് നിന്നു കഴിഞ്ഞാ നീ ജീവിതകാലം മുഴുവൻ പുറകെ തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഈ അവസ്ഥയെ എന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് സ്വാർത്ഥയായി മാറാൻ എനിക്ക് കഴിയില്ല ചേച്ചി. നീ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ നിന്നെക്കാളും വലിയൊരു മണ്ടി വേറെ ഉണ്ടാവില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ ഇന്നത്തെ കാര്യോ ചേച്ചി സംസാരിക്കുന്നേ? അവനി ഞാൻ നാളത്തെ നിന്റെ ഭാവിയെ കുറിച്ചാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ആയുസ് മുഴുവൻ നിങ്ങൾ അപമാനം സഹിക്കേണ്ടി വരും ചേച്ചി. അങ്ങനെ നിന്റെ ജീവിതം ഇല്ലാണ്ടായി പോയാ ഞാൻ വല്ല ഗംഗയിൽ പോയി മുങ്ങി കുളിക്കേണ്ടി വരും. എന്താ ചേച്ചി പറയുന്നേ? നീ കഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അവനി. ഇനി എന്നെ കൊണ്ട് വയ്യ. ഇത് ഇവിടുത്തെ ദേവി തരുന്ന അവസരമാണെന്ന് വിചാരിക്ക. അവസരങ്ങൾ ഒരിക്കലും വീണ്ടും വീണ്ടും വരില്ല അവനി. പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. വലിയ പ്രശ്നവും ചേച്ചി. എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് പറഞ്ഞിരിക്കും. നരകത്തിൽ നിന്ന് നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം വാങ്ങിത്തരും.
പ്രശ്നമാകൂന്നാണോ? ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ സത്യം അറിയുന്നത് എന്നാണോ അന്ന് പ്രശ്നമാവില്ലേ? എന്നെ ഈ വീട്ടിലാക്കിയിട്ട് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾക്കും ഇപ്പൊ പറയുന്ന കാര്യങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചേച്ചി? നീ ഇനി ഒന്നും പറയണ്ട. ഇന്ന് നിനക്ക് ന്യായം സംഭവിക്കണം, അത്രേ ഉള്ളൂ. നീ മിണ്ടാതെ എന്റെ കൂടെ വാ. വാ അവനി, വാ ചേച്ചി, വരാൻ.